കിച്ചണിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞാനിവിടെ സ്കൂൾ ബാഗൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് വെക്കാമെന്ന് കരുതി. അപ്പോൾ ഇതൊരു വീഡിയോ ആക്കി കാണിക്കാമല്ലോ എന്ന് വെച്ചു. വെക്കേഷനൊക്കെ ആയതുകൊണ്ട് ബാഗിൻ്റെ എങ്ങും ആവശ്യം ഇനി ഇല്ല. അപ്പോൾ സ്കൂൾ ബാഗെല്ലാം ഇതുപോലെ നല്ല നീറ്റായിട്ട് കഴുകി ഉണക്കി വെച്ചാൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് ഇയറിലേക്ക് കൂടി അത് ഉപയോഗിക്കാം. അപ്പോൾ ചെറിയ കുട്ടികളുടെ ബാഗൊക്കെ ആണെങ്കിൽ ഒന്നും പറയേണ്ട, അതിൻ്റെ താഴെ വശത്തും മൊത്തത്തിൽ നന്നായിട്ട് അഴുക്കും ചെളിയൊക്കെ പുരണ്ടിട്ടുണ്ടാവും. അവർ താഴെയും അതുപോലെ സ്കൂൾ ബസ്സിലൊക്കെ താഴെയൊക്കെ വെച്ചിട്ടായിരിക്കും ചിലപ്പോൾ കൊണ്ടുവരുന്നത്. അപ്പോൾ അതിൻ്റെ താഴെ ഭാഗത്തായിരിക്കും കൂടുതൽ ചെളി ഉണ്ടാവുക. അപ്പോൾ നമ്മൾ സാധാരണ കഴുകുന്ന പോലെ തുണിയൊക്കെ കഴുകുന്ന പോലെ സോപ്പ് പൊടിയൊക്കെ ഇട്ട് കഴുകിയാലും അത് മുഴുവനായിട്ട് പോകണമെന്നില്ല. അപ്പോൾ ഞാനിവിടെ കാണിക്കാൻ പോകുന്നത് മുഴുവനായിട്ട് അഴുക്കൊക്കെ പോയിട്ട് നല്ല പുതിയ നിറം, നമ്മൾ ഈ ബാഗ് വാങ്ങിയപ്പോൾ അതെങ്ങനെയായിരുന്നോ അതിൻ്റെ കളറ് അതേപോലെ ഇപ്പോൾ ഈ ഫോട്ടോയിൽ കാണുന്ന പോലെ അതിൻ്റെ കളർ ആവാനായിട്ടുള്ള ടെക്നിക്കാണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ ഇതാണ് ബാഗിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ. അപ്പോൾ കണ്ടാലറിയാം അതിൻ്റെ താഴെ എല്ലാം നന്നായിട്ട് ചെളിയും അഴുക്കും പൊടിയൊക്കെ പിടിച്ചിരിപ്പുണ്ട്. അപ്പോൾ നമുക്ക് ഇതൊക്കെ ആദ്യം ഒന്ന് കഴുകിയെടുക്കാം. അപ്പോൾ ഒരു 2 മാസം മുന്നേ ഞാൻ ഈ ബാഗ് ഒന്ന് കഴുകിയതായിരുന്നു. ഇതിൻ്റെ അകത്തൊക്കെ നിറയെ ചെളിയായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സിബെല്ലാം അതിൻ്റെ മാറ്റിയതിന് ശേഷം എത്ര അറകളുണ്ടോ അതെല്ലാം തുറന്ന് വെച്ചതിന് ശേഷം അതിനകത്തുള്ള പൊടിയൊക്കെ ഒന്ന് തട്ടിക്കളയാം ആദ്യം തന്നെ. പേപ്പറോ ചെറിയ കഷ്ണം പേപ്പറോ പെൻസിലൊക്കെ കാണും മിക്കവാറും ചെറിയ കുട്ടികളുടെ ബാഗിലൊക്കെ ആകുമ്പോൾ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ ഇത്രയാണ്. ഒരു ചെറുനാരങ്ങ വേണം, പിന്നെ കുറച്ച് സോഡാ പൗഡർ, പിന്നെ ഒരു കോൾഗേറ്റിൻ്റെ പേസ്റ്റ്, പിന്നെ ഏതെങ്കിലും ഒരു ഡിഷ് വാഷർ, പിന്നെ ഒരു വിനെഗർ, വൈറ്റ് വിനെഗറുമാണ് വേണ്ടത്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് വേണ്ടത്. ആദ്യം നമുക്ക് ബക്കറ്റിൽ കുറച്ച് വെള്ളം ഒന്ന് പിടിച്ചു വെക്കണം. ഈ ബാഗ് മുങ്ങി കിടക്കത്തക്ക രീതിയിലുള്ള വെള്ളം മതി. പിന്നെ കുറച്ച് ചൂടുവെള്ളവും കൂടി അതിലേക്ക് ചേർക്കണം. അതിനുശേഷം ആ സോഡാപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ ചെറുനാരങ്ങയുടെ പകുതി എടുത്ത് അതിലേക്ക് പിഴിഞ്ഞൊഴിക്കാം. അപ്പോൾ നമ്മുടെ ചൂടുവെള്ളം എന്ന് പറഞ്ഞാൽ നമുക്ക് കൈ ഹാൻഡിൽ ചെയ്യാൻ പറ്റത്തക്ക രീതിയിലുള്ള ചൂടുവെള്ളം മതി. ഒരുപാട് തിളച്ച വെള്ളമൊന്നും ആ ബാഗിനകത്തേക്ക് ഒഴിക്കരുത്. എന്നിട്ട് ആ ചെറുനാരങ്ങ ഞാൻ അതിനേക്ക് തന്നെ ഇട്ടിട്ടുണ്ട്. പിന്നെ കുറച്ച് വിനാഗിരിയും കൂടി ഒഴിച്ചു കൊടുക്കുക. ഇനി ഇത് കൈ കൊണ്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമുക്ക് മനസ്സിലാവും അതിൻ്റെ ചൂട് എത്രത്തോളം ഉണ്ടെന്ന്. ഒരുപാട് തിളച്ച വെള്ളത്തിലൊന്നും ബാഗ് മുക്കി വെക്കരുത് ഒരിക്കലും. അതിൻ്റെ ആ മെറ്റീരിയൽ കേട് വരാനായിട്ട് ചാൻസ് ഉണ്ട്. എന്നിട്ട് ഈ ഒരു മിശ്രിതത്തിൽ നമ്മുടെ ബാഗ് കുറച്ച് നേരം ഒരു അരമണിക്കൂറോളം ഒന്ന് മുക്കി വയ്ക്കുക. അപ്പോൾ അതിലുള്ള ആ ചെളിയൊക്കെ ഒന്ന് ഇളകി വരും. ഇനി നമുക്ക് അതിലേക്ക് വേണ്ടിയിട്ടുള്ള ഒരു മിശ്രിതം തയ്യാറാക്കണം. അതിൽ തേച്ച് കഴുകാൻ വേണ്ടിയിട്ടുള്ള. അപ്പോൾ അതിനുവേണ്ടി ഒരു പാത്രത്തിലേക്ക് ഡിഷ് വാഷർ ഒഴിച്ചു കൊടുക്കുക. പിന്നെ കോൾഗേറ്റിൻ്റെ പേസ്റ്റും അതിൻ്റെ കൂട്ടത്തിൽ ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മുടെ ബാക്കി ഉണ്ടായിരുന്ന ആ ചെറുനാരങ്ങ പിഴിഞ്ഞ് ചേർക്കാം. ഇനി ഒരു പഴയ ടൂത്ത് ബ്രഷ് ഉപയോഗിച്ച് ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. കൈ കൊണ്ട് മിക്സ് ചെയ്യുന്നേക്കാളും നന്നായിട്ട് ഈ ടൂത്ത് ബ്രഷ് കൊണ്ട് മിക്സ് ചെയ്യുമ്പോഴേക്കും നന്നായിട്ട് മിക്സായി കിട്ടും. ഈ 3 കാര്യങ്ങളും നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു പേസ്റ്റ് പരുവത്തിലാക്കി വെക്കാം. കോൾഗേറ്റിൻ്റെ പേസ്റ്റ് തന്നെ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. അതായിരിക്കും കുറച്ചുകൂടി എഫക്റ്റീവായിട്ടുള്ളത്. കണ്ടോ, ഇപ്പോൾ ഇത് ഞാനിവിടെ നന്നായിട്ട് മിക്സാക്കി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ബാഗ് ഞാനൊരു അരമണിക്കൂറായി ഇങ്ങനെ മുക്കി വെച്ചിട്ടുള്ളത്. ഇനി ബാഗിലേക്ക് നമ്മൾ ഇപ്പോൾ മിക്സാക്കി വെച്ചിട്ടുള്ള ആ മിശ്രിതം, സോപ്പ് മിശ്രിതം നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഈ ബാഗ് മുഴുവനും തേച്ച് പിടിപ്പിക്കണം. അപ്പോൾ ഒന്നുകിൽ ഇതുപോലെ തന്നെ ഈ ബ്രഷ് ഉപയോഗിച്ച് തന്നെ എല്ലാ ഭാഗത്തേക്കും തേച്ച് പിടിപ്പിക്കുക, അല്ലെങ്കിൽ കൈ ഉപയോഗിച്ച് തേച്ച് പിടിപ്പിക്കാം. അതും അല്ലെങ്കിൽ നമ്മൾ പാത്രം കഴുകുന്ന സ്ക്രബില്ലേ അതും ഉപയോഗിക്കാം. ഒരിക്കലും നമ്മൾ ഷർട്ടിൻ്റെ കോളറൊക്കെ ഉരച്ച് കഴുകുന്ന ആ ബ്രഷില്ലേ അത് ഉപയോഗിച്ച് ഈ ബാഗ് കഴുകരുത്. കണ്ടോ, ഇതേപോലെയുള്ള സോഫ്റ്റ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു സ്ക്രബ്, ഒരുപാട് സോഫ്റ്റ് അല്ല, ഇതുപോലെ ചെറുതായിട്ട് സോഫ്റ്റ് ആയിട്ടുള്ള ഒരു സ്ക്രബ് ഉപയോഗിച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് ഇതിലേക്ക് തേച്ച് പിടിപ്പിക്കണം.
ഇതിൻ്റെ സ്ട്രാപ്പിലും ഒക്കെ നിറയെ ചെളി ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അവിടെയെല്ലാം ഇത് നന്നായിട്ട് തേച്ച് കൊടുക്കണം. കണ്ടോ, അതിൻ്റെ സ്ട്രാപ്പിലൊക്കെ നല്ലതായിട്ട് ചെളി പെരണ്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഉള്ളിലും ഒക്കെ നന്നായിട്ട് ഇത് ആദ്യം തേച്ച് പിടിപ്പിച്ചതിന് ശേഷം നന്നായി ഉരച്ച് കഴുകുക. ഒരുപാട് അരമുള്ള സ്ക്രബ് ഉപയോഗിക്കാതിരിക്കുക. ബ്രഷും ഇതിനു വേണ്ടിയിട്ട് ഉപയോഗിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കാം. എല്ലാ ഭാഗവും നന്നായിട്ട് ഉരച്ചതിന് ശേഷം ഇതുപോലെ വെള്ളത്തിൽ ഒരു 2-3 വട്ടം കഴുകി എടുക്കുക. ഇപ്പം തന്നെ കാണാം അതിൽ ആ അഴുക്കെല്ലാം ആദ്യം ഉണ്ടായിരുന്ന പോലെ എല്ലാം പോയിട്ടുണ്ട്. അപ്പോൾ നല്ല വെള്ളത്തിൽ ഒരു 2-3 തവണ ഇതുപോലെ വാഷ് ചെയ്ത് എടുക്കണം. കണ്ടോ, അപ്പോൾ നമ്മൾ നന്നായിട്ട് വാഷ് ചെയ്ത് എടുത്തിട്ടുണ്ട് ബാഗ്. ഇതിലെ ചെളിയെല്ലാം പോയിട്ടുണ്ട്. സ്ട്രാപ്പിൽ ഉണ്ടായിരുന്ന ചെളിയൊക്കെ പോയതായിട്ട് കാണാം. ഇനി ഇത് നല്ല വെയിലത്ത് വെച്ചിട്ട് നമുക്ക് ഉണക്കിയെടുക്കണം. നല്ല വെയിലത്ത് ഇതുപോലെ ഉണക്കിയെടുത്താൽ നല്ല പുതിയതുപോലെ ഇതാ കണ്ടില്ലേ, ഉള്ളിലെ അഴുക്കെല്ലാം പോയിട്ടുണ്ട്. നല്ല പുതിയ ബാഗ് പോലെ ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഈ വെക്കേഷന് ഇതുപോലെ ബാഗെല്ലാം വൃത്തിയാക്കി വെക്കുക. വീണ്ടും നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം. താങ്ക് യു.